أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن كان قميصه قد من دبر فكذبت وهو من الصادقين. إن شاء الله നമ്മുടെ ക്ലാസ് 116 ക്ലാസ്സാണ്. സൂറത്ത് യൂസുഫിൻ്റെ 27 ആയത്ത് മുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് സുക്കൂനുള്ള നൂനിൻ്റെ നിയമങ്ങൾ, നൂനിൻ്റെയോ തൻവീനിൻ്റെയോ നിയമങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. ഒന്നുകൂടി നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. നമ്മുടെ ചാർട്ട് നമ്മുടെ ഓർമ്മയിലുണ്ടാകണം, ശ്രദ്ധയിലുണ്ടാകണം. ചാർട്ടിലേക്ക് നോക്കുക. നൂനിൻ്റെ ശേഷം ഇവിടെ വഇൻ കാന ഖമീസുഹു, ഇവിടെ നൂന് വന്നില്ലേ? വഇൻ, നൂനിൻ്റെ ശേഷം വന്ന അക്ഷരം കാഫാണ്. കാഫ് വന്നാൽ, കാഫ് ആ ചാർട്ടിലേക്ക് നോക്കി, കാഫ് ഏതിൽപ്പെട്ട അക്ഷരമാണ്? നമ്മളെ ചാർട്ടിലുള്ളത് ഒന്ന് ഇഖ്ലാബ്, പിന്നെ ഇദ്ഗാമും ബിലാ ഗുന്ന, ഇദ്ഗാമും ബിഗുന്ന, ഇദ്ഹാർ, പിന്നെ ഇഖ്ഫാ. നൂനിൻ്റെ ശേഷം വന്ന അക്ഷരം, സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം, അല്ലെങ്കിൽ തെൻവീന് ഡബിൾ ഫത്ത്, ഡബിൾ കസർ, ഡബിൾ രണ്ടെണ്ണമായിട്ട് വരുമല്ലോ, അതിന് ശേഷമുള്ളത് അക്ഷരം ഏതാണ്? ഇവിടെ കാഫാണ്. കാഫ് വന്ന അക്ഷരം ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. ഇഖ്ഫായിൻ്റെ സ്ഥലങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്? അവിടെ മറച്ച് മണിക്കണം. വഇൻ എന്ന് പറഞ്ഞുകൊണ്ട് നൂന് വ്യക്തമാക്കരുത്. നൂനിനെ ഒഴിവാക്കുകയും ചെയ്യാത്ത രൂപത്തിൽ രണ്ടിൻ്റെയും ഇടയിലായിട്ട് പറയേണ്ട സ്ഥലമാണ്. അപ്പോൾ വഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബുർ, ഇവിടെ നൂനിൻ്റെ ശേഷം ദാൽ വന്നു. ഇവിടെയും അങ്ങനെ തന്നെ. മിൻ ദുബുർ എന്ന് പറയരുത്, മിദുബുർ എന്നും പറയരുത്. നൂന് ഒഴിവാക്കാതെ, നൂന് വ്യക്തമാക്കുകയും ചെയ്യാതെ. മിൻ വഇൻ കാന എന്നാകുമ്പോൾ വ്യക്തമായി. മിൻ ദുബുർ എന്ന് പറയുമ്പോൾ വ്യക്തമായി. മിൻ ദുബുരിൻ ഫകദബത് മിൻ ദുബുരിൻ ഫ, അവിടെയും അങ്ങനെ തന്നെ തെൻവീനാണ്. തെൻവീനിന് ശേഷം വന്നത് ഫ ആണ്. അവിടെ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. മിൻ ദുബുരിൻ ഫകദബത് എന്ന് പറയരുത്. അപ്പോൾ വെളിവാക്കാൻ പറ്റൂല. ഇഖ്ഫായിൻ്റെ ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരമാണല്ലോ. എങ്ങനെയാണ് അക്ഷരങ്ങൾ? നൂനിൻ്റെയോ തെൻവീൻ്റെ ശേഷം ബ വന്നാൽ നൂനിൻ്റെ സ്ഥാനത്ത് മീമ് കൊണ്ടുവരണം. നൂന് അൻ എന്ന് പറയുന്നതിന് പകരം അം, അൻ എന്ന് പറയുന്നതിന് പകരം അം എന്ന് പറയുക അം. അപ്പോൾ നൂനിൻ്റെ സ്ഥാനത്ത് മീമ് കൊണ്ടുവരണം. ഏത് ബ ആണ് വന്നെങ്കിൽ. ലാമോ റോ ആണെങ്കിൽ നൂന് തെൻവീന് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നേരെ ലാമിന് കൊടുത്ത് അല്ലെങ്കിൽ റോയിന് കൊടുത്തുകൊണ്ട്, റോയിന് കട്ടി കൊടുത്തുകൊണ്ട് പറയാം. ഇനി ഇദ്ഗാം ബിഗുന്നയാണെങ്കിൽ, നൗമിയിൽപ്പെട്ടതാണെങ്കിൽ നൂന് അതിൻ്റെ നൂനിൻ്റെ ശേഷമുള്ള അക്ഷരം നൂന്, വാവ്, മീമ്, യ, ഈ 4 അക്ഷരത്തിന് കട്ടി കൊടുക്കുകയും മണിക്കുകയും ചെയ്യണം. ലാമോറ ആണെങ്കിൽ കട്ടി കൊടുത്താൽ മതി, ഇവിടെ മണിക്കുകയും ചെയ്യണം. ഇനി ഇദ്ഹാറിൻ്റെ അക്ഷരം നൂനിൻ്റെ ശേഷം ഹംസ എന്ന് പറഞ്ഞാൽ അ ഇ ഉ അല്ലേ? ഹംസ, ഹ, ഐന്, ഗൈന്, ഈ 6 അക്ഷരം വന്നാൽ നൂന് വ്യക്തമായിട്ട്, നൂന് സുക്കൂനോടുകൂടെ തെൻവീനോടുകൂടെ തെൻവീൻ കൊടുത്തുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വെളിവാക്കിക്കൊണ്ട് പറയുക. ബാക്കിയുള്ള 15 അക്ഷരങ്ങൾ, ഈ 15 അക്ഷരത്തിൽ ഏത് വന്നാലും ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മറച്ച് മണിച്ചുകൊണ്ട് പറയുക. വഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബുരിൻ ഫകദബത് വഹുവ മിനസ് സാദിഖീൻ. നമ്മുടെ ക്ലാസ് 2-3 പ്രാവശ്യമെങ്കിലും ഓതി ആവർത്തിച്ച് പിന്നെ തീരുന്ന ക്ലാസ്സാണ്. നമ്മൾ എത്രത്തോളം ആവർത്തിക്കുന്നു അത്രയും ആവർത്തിച്ചുകൊണ്ട് നമുക്ക് ഓതാവുന്നതാണ്. നമ്മൾ ആ ക്ലാസ്സിൻ്റെ അവസാനം സൂറത്തുൻ നാസ് എത്തുന്നതോടുകൂടെ 3 ഖത്മെങ്കിലും തീരുന്ന രൂപത്തിലുള്ള ക്ലാസ്സാണ്. നമുക്ക് അങ്ങനെ തീർക്കാൻ കഴിയണം. നിങ്ങളൊക്കെ കൂടെ ഓതണം. അപ്പോൾ അത്
ക്ലാസ് കേട്ടാൽ മാത്രം പോരാ, കഴിവിൻ്റെ പരമാവധി ഓതുകയും നിയമങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുക. കാണാതെ പഠിക്കണം എന്ന് പറയുന്നില്ല, സംഗതി മനസ്സിലാക്കുക. ശുദ്ധുള്ള മീമ നൂന് ഇതൊക്കെ എന്ത് ചെയ്യണം, മണിക്കുക. فلما رأى قميصه قد من دبر قال إنه من كيدكن إن كيدكن عظيم فلما رأى قميصه ഈ ഹൂ എന്നുള്ളത് നിർത്തുമ്പോൾ ഖമീസ ഹാഇന് സുക്കൂൻ കൊടുത്തിട്ടാണ് നിർത്തേണ്ടത്. ഫലമ്മാ റഅ ഖമീസ ഹാഇന് അവിടെ നിർത്തുമ്പോൾ ഖമീസഹു എന്ന് പറയുന്നത് അവസാനത്തെ അക്ഷരത്തിൽ സുക്കൂൻ ചെയ്തിട്ടാണ് നിർത്തേണ്ടത്. നീട്ടാനില്ലെങ്കിൽ തൻവീൻ ഫത്ഹ് ഒന്നും ഇല്ലെങ്കിൽ അവിടെ അവസാനത്തെ അക്ഷരത്തിൽ സുക്കൂൻ കൊടുക്കുക. ഖമീസ ഖുദ്ദമിൻ ദുബുരിൻ എന്നാണുള്ളത്. തൻവീൻ ഫത്ഹ് മാത്രമേ നീട്ടുകയുള്ളൂ. തൻവീൻ കസർ ആയാലും തൻവീൻ കസറിന് ഡബിൾ കസർ ഡബിൾ ലൊമ്മക്ക് ആയാലും അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനാണ് കൊടുക്കേണ്ടത്. മിൻ ദുബുർ فلما رأى قميصه قد من دبر قال إنه دبر قال നമ്മൾ നിർത്തുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കണം എന്ന് പറഞ്ഞു. ഇപ്പം ലാമിന് സുക്കൂൻ കൊടുത്തു. ഇങ്ങനെ കൊടുത്തപ്പോൾ അവസാനത്തെ അക്ഷരത്തിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുണ്ടെങ്കിൽ അവിടെ നീട്ടുകയും ചെയ്യണം. ഖാൽ നിർത്തിയപ്പോൾ ഞാൻ നിർത്തുന്നില്ലെങ്കിൽ ഖാല ഇന്നഹു മിൻ കൈദികുന്ന ഇന്ന കൈദകുന്ന അളീം. ഇവിടെ മിങ്ക അല്ല, നൂന്റെ ശേഷം കാഫ്, അവിടെയും ഇഖ്ഫാണ്. ഇഖ്ഫാ മിക്ക സ്ഥലങ്ങളിലും വരും. കൈദികുന്ന ഇന്ന കൈദകുൻ കൈദക്കുൻ എന്ന് പറഞ്ഞ പോലെ ഒന്നുകൂടി അവിടെ എന്ത് ചെയ്യണം, പ്രസ് ചെയ്യണം. കൈദക്കുന്ന് എന്ന് പറയരുത്. ഇന്ന കൈദകുൻ ഇന്ന കൈദകുന്ന അളീം. തൻവീൻ ലൊമ്മാണ്. തൻവീൻ ഫത്ത് അല്ല, ഫത്ത് ആകുമ്പോഴേ നീട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു, അവിടെ നിർത്തിയപ്പോൾ അളീം മീമിന് സുക്കൂൻ ചെയ്തു. തൊട്ടുമുമ്പ് നീട്ടാണ്ട് അവിടെ നീട്ടുകയും ചെയ്യണം. فلما رأى قميصه قد من دبر قال إنه من كيدكن إن كيدكن عظيم يوسف أعرض عن هذا أعرض അവിടെ നൂന് വ്യക്തമാക്കി. കാരണം എന്താ ശേഷമുള്ളത് ഇൽഹാറിന്റെ അക്ഷരമായ ഹ ആണ്. ഇൽഹാറിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഹംസ, ഇൽഹാറിന്റെ അക്ഷരമായത് കൊണ്ടാണ് അൻ. നൂവിന്റെ സുക്കൂന്റെ ചിഹ്നം തന്നെ അവിടെ ഉണ്ടാവും. എന്താ കാരണം? ഇൽഹാറിന്റെ സ്ഥലത്ത് നൂന് സുക്കൂന്റെ ചിഹ്നം ഉണ്ടാവും. അത് വ്യക്തമാക്കാനുള്ളതാണ്. അൻ ഹാദാ വസ്തഗ്ഫിരി ലിദംബിക്. ഇവിടെ ദാലിന്റെ ശേഷം ഇവിടെ നൂന് വന്നു അല്ലേ? നൂനിന്റെ ശേഷം ബാ വന്നു. നൂന് വന്നു. നൂന് സുക്കുള്ള നൂന് വന്നു. നൂനിന്റെ ശേഷം സുക്കുള്ള നൂനായിരിക്കണം. സുക്കുള്ള നൂനാറാം. ഒന്നുകിൽ പിന്നെ അവിടെ ചിഹ്നം ഉണ്ടാവും. ഇവിടെ ബാ വന്ന ചിഹ്നം ഉണ്ടാവില്ല. നൂന് ഒന്നില്ലാത്ത നൂന് അവിടെ ഉണ്ടാവും. ഫത്തും കസറൊന്നും ഇല്ലാത്ത നൂന് അവിടെ വരും. അപ്പം നൂന് വന്നു. നൂനിൻ്റെ ശേഷമുള്ളത് ബ ആണ്. ബ വന്നാൽ എന്ത് ചെയ്യണം? നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ, ഒന്നുകിൽ തെൻവീൻ ഉണ്ടാവും അല്ലെങ്കിൽ നൂൻ ഉണ്ടാവും. ഇവിടെ നൂനാണ്. നൂനിൻ്റെ ശേഷം ബ വന്നാൽ നൂനിൻ്റെ സ്ഥാനത്ത് മീമ് കൊണ്ടുവരണം. ലിദംബിക് ഇന്നകി കുന്തി. അവിടൊക്കെ നിയമങ്ങൾ വരണം. ഇഖ്ഫാ കുന്തി മിനൽ ഖാതിഈൻ. يوسف أعرض عن هذا واستغفري لذنبك إنك كنت من الخاطئين وقال نسبة في المدينة
വഖാല നിസ്വത്തുൻ ഫിൽ മദീന ഫീ എന്നാണുള്ളത്. പിന്നെ ലാമിന് ഹംസത്തുൽ വസൽ ഉണ്ട്. ഹംസത്തുൽ വസൽ കൂട്ടി വായിക്കുമ്പോൾ ഏതായാലും അത് ഉച്ചരിക്കൂല. പിന്നെ ലാമാണ്, ലാമിന് സുക്കൂന് നീട്ടാനുള്ള അക്ഷരം ഫീ എന്ന് വന്നു. അവിടെ യാ ഉണ്ട്. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂന ശബ്ദ വന്നാൽ നീട്ടുകയില്ല. ഫീൽ എന്ന് പറയുക ഫിൽ. ഫിൽ മദീനത്തിം തിം തിം. അവിടെ ഇടയിലൊരു ഹംസത്തുൽ വസലുണ്ട്. ഹംസത്തുൽ വസൽ ഒഴിവാക്കി മീമിന് സുക്കൂൻ കൊടുത്തു. ഫിൽ മദീനത്തി ഇംറഅത്തുൽ അസീസി തുറാബിദു ഫതാഹ. ഫതയാഹ എന്ന് പറയരുത്, ഫതയാഹ എന്ന് പറയരുത്. ആ അലിഫാണ് അല്ലേ, അലിഫിന്റെ സ്ഥാനമാണ് അവിടെ. ആ അലിഫ് വന്നാൽ പിന്നെ എന്ത് ചെയ്യണം, അവിടെ അലിഫിന്റെ സ്ഥാനമാണെന്ന് മനസ്സിലാക്കുക. തുറാബിദു ഫതഹ അൻ നഫ്സി. ഇവിടെ കണ്ടില്ല, നൂനിന്റെ ശേഷം നൂന് തന്നെയാണ്, സുക്കൂളിന് നൂനിന്റെ ശേഷം നൂന് തന്നെയാണ് വന്നത്. അപ്പം എന്ത് ചെയ്യണം, ഈ ആദ്യത്തെ നൂനെ രണ്ടാമത്തെ നൂന് കൊടുത്തു. അതുകൊണ്ടാണ് രണ്ടാമത്തെ നൂന് കട്ടി വന്നത്. അൻ നഫ്സി. ആദ്യത്തെ നൂന് പറഞ്ഞോ? ഇല്ല, ആദ്യത്തെ നൂന് രണ്ടാമത്തെ നൂന് കൊടുത്തു, ഒരു നൂനെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെന്താ ചെയ്തു, കട്ടി കൊടുത്തു, മണിക്കുകയും ചെയ്തു. നൗമി നൂന് വാവ് മീമിയാണ്, ഇദ്ഗാമുന്നയാണെങ്കിൽ മണിക്കണം. ഇദ്ഗാമും ബിലാവുന്നയാണെങ്കിൽ കട്ടി കൊടുത്താൽ മതി, മണിക്കരുത്. അൻ നഫ്സി ഖദ് ശറഫഹാ ഹുബ്ബ. ഹുബ്ബ ഹുബ്ബൻ എന്നാണുള്ളത്, നിർത്തുമ്പോൾ ഹുബ്ബ. ഇന്നാ ലനറാഹാ ഫീ ളലാലിൻ മുബീൻ. ലനറാഹ, ലനറായാഹ എന്ന് പറയുന്നത് ഇന്നാ ലനറാഹ ഫീ ളലാലിൻ മുബീൻ. وقال نسوة في المدينة امرأة العزيز تراود فتاها عن نفسه قد شغفها حبا إنا لنراها في ضلال مبين. فلما سمعت بمكرهن أرسلت إليهن وأعتدت لهن متكأ وآتت متكأ. അവിടെ നിർത്തുകയാണെങ്കിൽ മുത്തക്കഅ തൻവീൻ വന്നു. തൻവീൻ ഉള്ളിടത്ത് നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. തൻവീൻ ഫത്ത്. തൻവീൻ്റെ ശേഷം വാവ് വന്നാൽ എന്ത് ചെയ്യണം, കൂട്ടി യോജിപ്പിക്കുക. മുത്തക്കഅ വാവാണ് കട്ടി കൊടുത്ത് മണിക്കേണ്ടത്. മുത്തക്കഅ വആതത് കുല്ല വാഹിദത്തിൻ മിൻഹുന്ന സിക്കീന. തൻവീൻ ഫത്ത്. വാഹിദത്തിൻ ഇദ്ഗാമും ബിഗുന്നയാണ്, മണിക്കണം. وقالت اخرج عليهن فلما رأينه. അവിടെ മദ്ദുണ്ട് എന്ന് പറഞ്ഞ കാര്യമില്ല, നിർത്തിയാൽ പിന്നെ അവിടെ മദ് ഉണ്ടാവില്ല. റഅയ്ന ഹായിന് സുക്കൂൻ വന്നു. فلما رأينه أكبرنه. فلما رأينه أكبرنه. فلما رأينه أكبرنه وقطعن أيديهن وقلن حاش لله ما هذا بشرا. تنوين فتح. إن هذا إلا مدند. إن هذا إلا ملك كريم. تنوين لهشم كاف إخفاء أكشرمان ملك كريم. നിർത്തിയപ്പോൾ മീമിന് സുക്കൂൻ തൊട്ടുമ്പ് നീട്ടാനുണ്ട്. فلما سمعت بمكرهن أرسلت إليهن وأعتدت لهن متكأ وآتت كل واحدة منهن سكينا وقالت اخرج عليهن. فلما رأينه أكبرنه وقطعن أيديهن وقلن حاش لله ما هذا بشرا إن هذا إلا ملك كريم. 32-ാമത്തെ ആയത്ത്. قالت فذلكن الذي لمتنني فيه
قالت فذلكن الذي لمتنني فيه. ഹായിന് സ്കൂൻ തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്. ولقد راودته عن نفسه. റാവദത്തു എന്ന് പറയുന്നത് ആ ദാല് ഉച്ചരിക്കൂല, തായിലേക്ക് കൊടുത്തിട്ട് റാവദത്തുഹു അൻ നഫ്സിഹി ഫസ്തഅസം. വലഇ നൂനിന്റെ ശേഷം ലാമാണ്. നൂനിന്റെ സുക്കൂനുള്ള നൂനിന്റെ ശേഷം ലാം വന്ന നൂന് ലാമിലേക്ക് കൊടുത്തു. ലാമിലേക്കാണെങ്കിൽ ലാം റാ ആണെങ്കിൽ റാ അല്ലേ. വലഇല്ല നൂന് പറയേ ഇല്ല, മണിക്കൊന്നും ചെയ്യണ്ട. വലഇല്ലം യഫ്അൽ മാ ആമുറുഹു ലയസ്ജുനന്ന വലയകൂന മിനസ്സാഗിരീൻ. قالت فذلكن الذي لمتنني فيه. قالت فذلكن الذي لمتنني فيه. شد الله نور مانيكرا. ولقد راودته دارو تشريكولا. ولقد راودته عن نفسه فاستعصم. വലഇല്ല നൂനിന്റെ ശേഷം സുക്കുള്ള നൂനിന്റെ ശേഷം ലാമോ റാ വന്നാൽ വലഇറ എന്നാ വായിക്കാണ്. വലഇല്ലം യഫ്അൽ മാ ആമുറുഹു ليسجنن وليكون من الصاغرين. قالت فذلكن الذي لمتنني فيه. ولقد راودته عن نفسه فاستعصم. ولئن لم يفعل ما آمره ليسجنن وليكون من الصاغرين. 33. قال رب السجن أحب إلي مما يدعونني إليه. ഹാഇന് സുക്കൂന് തൊട്ടുമുമ്പ് യാഇനോ വാവിനോ സുക്കൂൻ ഉണ്ടെങ്കിൽ അതിന് മുമ്പ് ഫത്ഹ ആവുകയും ചെയ്യാം. യാ അല്ലെങ്കിൽ വാവ് അതിന് സുക്കൂനിന്റെ ചിഹ്നം അവിടെ ഉണ്ടാവും. അപ്പം അതിന് മുമ്പ് ഫത്ഹ ആവുകയും ചെയ്താൽ അവിടെ മദ് ലീന് വരും. ഖാൽ എന്ന് പറഞ്ഞുകൊടുത്ത് മദ് ആരിലാണ്. ഇവിടെ മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ളതല്ല. യാഇന് സുക്കൂന് അല്ലെങ്കിൽ വാവിന് സുക്കൂന് വന്നുകൊണ്ട് മദ് ലീനിന്റെ അക്ഷരമാണ് വാവും യാവും. وإلا تصرف عني كيدهن أصب إليهن وأكن من الجاهلين. قال رب السجن أحب إلي مما يدعونني إليه وإلا تصرف عني كيدهن أصب إليهن وأكن من الجاهلين. فاستجاب له فاستجاب له ربه فصرف عنه كيدهن إنه هو السميع العليم. فاستجاب له ربه فصرف عنه كيدهن إنه هو السميع العليم. ثم بدا لهم من بعد ما رأوا ശേഷമുള്ള ആയതുകൊണ്ടാണ്
ഇഖ്ലാബ് ചെയ്യണം. നൂനിനെ മീമാക്കുക, അതിൻ്റെ പേരാണ് മാറ്റുന്നതിൻ്റെ പേരാണ് ഇഖ്ലാബ്. മറിക്കുക അല്ലേ, നൂനിനെ മറിച്ച് മീമാക്കുക, അതിൻ്റെ പേരാണ് ഇഖ്ലാബ്. അപ്പോൾ അവിടെ മീമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? മീമിൻ്റെ നിയമമാണ്. മീമിൻ്റെ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്യണം? മീമിൻ്റെ ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ചെയ്യണം. ഇവിടെ എന്ത് ചെയ്യണം? നൂനിനെ മീമാക്കി മറിച്ച് മണിക്കുക. മിൻ ബാദി മാ റഅവു. പിന്നെ ഒരു അലിഫാണ്, ആ അലിഫിന്റെ സുക്കൂനാണ്, അത് ഉച്ചരിക്കൂല. അതിന് ശേഷം ഹംസത്തുൽ വസലാണ്, അത് ഉച്ചരിക്കൂല. ലാമിന് സുക്കൂൻ. റഅവുൽ ആയാതി നേരത്തെ പറഞ്ഞ് ലയുസ്ജനന്ന എന്നാണ്. ഇത് ലയസ്ജുനുന്നഹു ഹത്താ ഹീൻ. ലയസ്ജുനുന്നഹു ഹത്താ ഹീൻ. ثم بدا لهم മിം. അവിടെ മീമിന്റെ ശേഷം മീം വന്ന ഇദ്ഗാമും ബിഗുന്നയാണ്. ലഹും മിൻ ബഅദി മാ റഅവുൽ ആയാതി ലയസ്ജുനുന്നഹു ഹത്താ ഹീൻ. ودخل معه السجن فتيان قال أحدهما إني أراني أعصر خمرا وقال الآخر إني أراني أحمل فوق رأسي خبزا تأكل الطير منه نبئنا بتأويله إنا نراك من المحسنين ودخل معه السجن فتيان قال أحدهما إني أراني أعصر خمرا وقال الآخر إني أراني أحمل فوق رأسي خبزا تأكل الطير منه نبئنا بتأويله إنا نراك من المحسنين قال لا يأتيكما طعام ترزقانه إلا نبأتكما بتأويله قبل أن يأتيكما ذلكما مما علمني ربي إني تركت ملة قوم لا يؤمنون بالله وهم بالآخرة هم كافرون قال لا يأتيكما طعام ترزقانه إلا نبأتكما بتأويله قبل أن يأتيكما ذلكما مما علمني ربي إني تركت ملة قوم لا يؤمنون بالله وهم بالآخرة هم كافرون واتبعت ملة آبائي إبراهيم وإسحاق ويعقوب ما كان لنا أن نشرك بالله من شيء
ذلك من فضل الله علينا وعلى الناس ولكن أكثر الناس لا يشكرون واتبعت ملة آبائي إبراهيم അവിടെ ആബാഇ രണ്ട് സ്ഥലത്തും നീട്ടാനുണ്ട്. വഇസ്ഹാഖ വയാഖൂബ് നിർത്തി ബായിന്റെ സുക്കൂന തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്. മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ശൈഅ. നൂനിന് ശേഷം നൂന് വന്നു, ഇദ്ഗാമും ബിഗുന്ന ചെയ്യണം അല്ലേ, കൂട്ടി യോജിപ്പിച്ച് മണിക്കുക. മീൻഷ അവിടെ ഇഖ്ഫാ ചെയ്യണം. ഷൈഅ അവിടെ നിർത്തുമ്പോൾ ഹംസക്ക് സുക്കൂന് തൊട്ടുമ്പ് യാന് സുക്കൂന്, അതിന് മുമ്പ് ഫത്ത് മദ് ലീന് വന്നു. ذلك من فضل الله علينا وعلى الناس ولكن أكثر الناس لا يشكرون يا صاحبي السجن ബൈ യാന് കസറുണ്ട്. يا صاحبي السجن أأرباب متفرقون خير أم الله الواحد القهار يا صاحبي السجن أأرباب متفرقون خير أم الله خير تنوين ശേഷം ആ ഹംസ വന്നു. ആ എന്നുള്ളത് ഹംസയാണ് അല്ലേ, ആ ഇ ഉ. അമില്ലാഹുൽ വാഹിദുൽ ഖഹ്ഹാർ മാ തഅബുദൂന മിൻ ദൂനിഹി ما تعبدون من دونه إلا أسماء سميتموها أنتم وآباؤكم. ഇവിടെയൊക്കെ മദ് വരുന്നുണ്ട്, മദ്ദൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. സം അവിടെ ശബ്ദുള്ള മീമാണ് മണിക്കണം. ഏത് ഭാഗത്ത് വന്നാലും ശബ്ദുള്ള മീമും മണിക്കണം. തുടക്കത്തിൽ വരുവാണെങ്കിൽ പിന്നെന്ത് ചെയ്യണ്ട, കട്ടി കൊടുക്കണ്ട. സമ്മൈതുമൂഹ അൻതും വആബാഉകും മാ അൻസലല്ലാഹ്. തുടക്കത്തിൽ പറഞ്ഞ് നമ്മൾ നിർത്തി വആബാഉകും എന്ന് പറഞ്ഞ് നിർത്തി. ഇനി എടുത്തു ഒന്നുമില്ലെങ്കിൽ ബാക്കിയാവുന്നെങ്കിൽ എന്ന് പറയണ്ട. അവിടെ എന്ത് ചെയ്യണ്ട, നമ്മൾ നിർത്തിയിട്ട് പിന്നെ ഓതുമ്പോൾ മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. അവിടെ നിർത്തി. അവിടെ നിർത്തുന്നില്ല എങ്കിൽ മിൻ സുൽത്താനിൻ നിൻ ഇനിൽ ഹുക്മു ലില്ലാഹ് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹി അമറ അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ് ذلك الدين القيم ولكن أكثر الناس لا يعلمون ما تعبدون من دونه إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان إن الحكم إلا لله أمر ألا تعبدوا إلا إياه ذلك الدين القيم
ولكن أكثر الناس لا يعلمون. 40 ആയത്ത് വരെയാണ് ഓതിയത്. ഇൻഷാ അല്ലാഹ് ഒന്നും കൂടി ഓതി നോക്കാം. നമ്മൾ എവിടെ മുതൽ 26 25 കൺഫ്യൂഷനായി. ഏതായാലും വേണ്ടി 25 മുതൽ ഓതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال هي راودتني عن نفسي وشهد شاهد من أهلها إن كان قميصه قد من قبل فصدقت وهو من الكاذبين. وإن كان قميصه قد من دبر فكذبت وهو من الصادقين. فلما رأى قميصه قد من دبر قال إنه من كيدكن إن كيدكن عظيم. يوسف أعرض عن هذا واستغفري لذنبك إنك كنت من الخاطئين. وقال نسوة في المدينة امرأة العزيز تراود فتاها عن نفسه قد شغفها حبا إنا لنراها في ضلال مبين. فلما سمعت بمكرهن أرسلت إليهن وأعتدت لهن متكئا وآتت كل واحدة منهن سكينا وقالت اخرج عليهن. فلما رأينه أكبرنه وقطعن أيديهن وقلن حاش لله ما هذا بشرا إن هذا إلا ملك كريم. قالت فذلكن الذي لمتنني فيه ولقد راودته عن نفسه فاستعصم ولئن لم يفعل ما آمره ليسجنن وليكون من الصاغرين. قال رب السجن أحب إلي مما يدعونني إليه وإلا تصرف عني كيدهن أسب إليهن وأكن من الجاهلين. فاستجاب له ربه فصرف عنه كيدهن إنه هو السميع العليم. ثم بدا لهم من بعد ما رأوا الآيات ليسجننه حتى حين. ودخل معه السجن فتيان قال أحدهما إني أراني أعصر خمرا وقال الآخر إني أراني أحمل فوق رأسي خبزا تأكل الطير منه نبئنا بتأويله إنا نراك من المحسنين. قال لا يأتيكما طعام
ترزقانه إلا نبأتكما بتأويله قبل أن يأتيكما ذلكما مما علمني ربي إني تركت ملة قوم لا يؤمنون بالله وهم بالآخرة هم كافرون واتبعت ملة آبائي إبراهيم وإسحاق ويعقوب ما كان لنا أن نشرك بالله من شيء ذلك من فضل الله علينا وعلى الناس ولكن أكثر الناس لا يشكرون يا صاحبي السجن أرباب متفرقون خير أم الله الواحد القهار ما تعبدون من دونه إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان إن الحكم إلا لله أمر ألا تعبدوا إلا إياه ذلك الدين القيم ولكن أكثر الناس لا يعلمون صدق الله العلي العظيم അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയ ഖിറാഅത്ത് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മനോഹരമായിട്ട് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ പ്രത്യേകമായിട്ട് ഒരാൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഇക്കാക്കാക്ക് ക്യാൻസർ വന്ന് കഴിഞ്ഞ നമ്മൾ പാരായണം ചെയ്യുന്ന ക്ലാസ്സിൽ ദുആ ചെയ്തിട്ടുണ്ട്. റഹ്മാനെ റബ്ബെ ഞാൻ പേര് പറഞ്ഞിട്ടില്ല. ആരെങ്കിലും ഇനി കമൻറ്റിലായിട്ടൊക്കെ അറിയിക്കുമ്പോൾ പേര് അറിയിക്കണം. ചിലപ്പോൾ നമ്മളെ യൂട്യൂബിൽ പേരുണ്ടാവുക, ചിലപ്പോൾ കുട്ടികളെ പേരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇംഗ്ലീഷ് അക്ഷരമോ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പേരുണ്ടാവുക. അപ്പോൾ ആരാളെന്ന് തിരിയില്ല. പേര് പറയണമെന്നുണ്ടെങ്കിൽ പേര് കൊടുക്കുക, പേരും സ്ഥലവും കൊടുക്കുക, അല്ലെങ്കിൽ ജില്ലെങ്കിൽ ജസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ഇന്നാളെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും വേണ്ടില്ല, ആ സഹോദരൻ അല്ലാഹു തആല പരിപൂർണമായിട്ടും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്യാൻസർ ആണെന്ന് പറഞ്ഞിരുന്നു. അല്ലാഹു തആല പരിപൂർണമായിട്ടും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം രോഗങ്ങളെ തൊട്ട് അദ്ദേഹത്തെ നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരും കാത്ത് സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഓതിയ ഖിറാഅത്തിൻ്റെ ബറക്കത്തുണ്ട്, ഖുർആൻ്റെ ബറക്കത്ത് കൊണ്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രേക്ഷകരായ മുഴുവൻ മുഅ്മിനീങ്ങൾ എല്ലാവരും ഹഖ് ജാഹ് ബറക്കത്തുകൊണ്ട് ഒരുപാട് മുഅ്മിനീങ്ങളായ സഹോദരന്മാർ, ഉപ്പമാർ, ഉമ്മമാരൊക്കെ ക്ലാസ് കേൾക്കുന്നവരൊക്കെ ഉണ്ട്. എല്ലാവരും അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു സഹോദരി ഓപ്പറേഷൻ പറഞ്ഞിരുന്നു. ഡോക്ടർമാർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ പേടിയിലാണ്, ബേജാറിലാണെന്നൊക്കെ പറഞ്ഞു. പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റഹ്മാനായ റബ്ബെ പരിപൂർണമായിട്ടും കടലുണ്ടിയിലുള്ള സഹോദരിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ അസുഖം അല്ലാഹു തആല പരിപൂർണമായിട്ടും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിപൂർണ്ണ ആഫിയത്തും ദീർഘായുസ്സും സിഹത്തും ഖുവ്വത്തും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം കാലം ഇബാദത്തിലായി കഴിയാൻ ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ധാരാളം ഖൈറായ കാര്യങ്ങൾ ചെയ്യാൻ ഇബാദത്തിലായിക്കൊണ്ട് കഴിഞ്ഞുകൂടാൻ തൗഫീഖ് പ്രദാനം ചെയ്യണം റഹ്മാനെ. പൂർണ്ണ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലായിക്കൊണ്ട് അടിയുറച്ചുകൊണ്ട് ജീവിക്കാൻ, പൂർണ്ണ മുത്തഖീങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നീ തൗഫീഖ് പ്രദാനം ചെയ്യണം റഹ്മാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേയറ്റം പ്രിയം വെക്കുന്ന മുഹിബ്ബീങ്ങളിൽ, ആശിഖീങ്ങളിൽ അവിടുത്തെ തിരുസുന്നത്തുകളും മുറുകെ പിടിക്കുന്നവരും ഞങ്ങൾക്ക് നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അവിടുത്തെ മേൽ ധാരാളം സ്വലാത്തുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് മാതൃകയായി സുന്നത്തായി കാണിച്ചെന്ന് എല്ലാ കാര്യങ്ങളും ധാരാളം വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആൻ ഖിറാഅത്ത് ധാരാളമായിട്ട് പാരായണം ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ, പഠിച്ചതൊന്നും മറക്കാതെ നല്ല റാഹത്തായിട്ട് നല്ല കഴിവിൻ്റെ പരമാവധി നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് ഇനി പ്രദാനം ചെയ്യണം റഹ്മാനെ. അവസാനം നന്നായി മരിക്കാൻ ഞങ്ങളെ ഈ ക്ലാസ്സും ഞങ്ങളെ ഈ പാരായണം ചെയ്തതും
ഖുർആൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകണം റഹ്മാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൂമുഖം ദർശിച്ചുകൊണ്ട് മരപ്പെടാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ആമീൻ നബി റഹ്മത്തിക്ക് യാ റഹ്മാൻ റഹീം. പ്രത്യേകം എല്ലാവരും ദുആയിലൊക്കെ ഉൾപ്പെടുത്തണം. പലരും ദുആ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതും പറയാത്തതുമായ എല്ലാവരും ഉദ്ദേശങ്ങളും നിറവേറാൻ വേണ്ടി പ്രത്യേകമായിട്ട് നിങ്ങളൊക്കെ അകമഴിഞ്ഞ നിങ്ങളെ ദുആകളിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് ഖത്മുൽ ഖുർആൻ്റെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടുതൽ ആളുകളിലേക്ക് കുടുംബ ഗ്രൂപ്പുകളിലേക്കൊക്കെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ അതൊക്കെ വലിയ അവർക്കൊക്കെ സന്തോഷമായിരിക്കും. അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.